ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സമ്പന്നനാവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ സമ്പത്ത് അഥവാ സമ്പന്നത, സമൃദ്ധി, നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലുമുള്ള ഉന്നമനം അല്ലേ? ഇതാണ് സമൃദ്ധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്പത്തുണ്ടാക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചിലർക്ക് മാത്രം അത് കൂടി വരുന്നു, മറ്റു ചിലർക്കോ എപ്പോഴും പ്രശ്നത്തിലും പ്രയാസങ്ങളിലും കടന്നു പോകുന്നു? നമുക്ക് നോക്കാം. സമ്പന്നനാവുക എന്നത് നിങ്ങളുടെ അവകാശമാണല്ലേ. ആഹ്ലാദവും പ്രസന്നതയും നിറഞ്ഞ സ്വതന്ത്രമായ നിറഞ്ഞ ജീവിതം നയിക്കാനാണ് നിങ്ങൾ ഈ ലോകത്തിൽ എത്തിയത്. നിറഞ്ഞ സന്തോഷപ്രദമായ ശ്രേയസ്കരമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് പണം വേണം, ശരിയല്ലേ? ദാരിദ്ര്യം ഒരു നല്ല കാര്യമല്ല, അതൊരു തരം മാനസിക രോഗമാണ്. ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ഒരു വ്യാധി. ആധ്യാത്മികമായും മാനസികമായും ഭൗതികമായും വളരാനും വികസിക്കാനും സ്വയം കണ്ടെത്താനുമാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അനന്തമായ സമ്പത്ത് ആസ്വദിക്കാനുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ എന്തിന് നിങ്ങൾ ഉള്ളതുകൊണ്ട് അരിഷ്ടിച്ച് ജീവിക്കണം? സമ്പത്തുമായി സൗഹാർദ്ദം സ്ഥാപിക്കാനും മിച്ചം വയ്ക്കാനും ഈ വീഡിയോ നിങ്ങളെ ഏറെ സഹായിക്കും. കൂടുതൽ സന്തോഷകരമായ ആസ്വാദ്യകരമായ നിറഞ്ഞ ജീവിതത്തിനു വേണ്ടിയുള്ള ആഗ്രഹമാണ് യാഥാർത്ഥ്യത്തിൽ സമ്പന്നനാകാനുള്ള മോഹം. ലോകത്തിൽ എല്ലാവർക്കും തന്നെയുള്ള ആഗ്രഹം ഇതാണ്. അത് നല്ലതാണ്, വളരെ നല്ലത്. പണത്തെ അതിൻ്റെ ശരിയായ പ്രാധാന്യത്തിലും പ്രസക്തിയിലും കാണാൻ തുടങ്ങൂ. വിനിമയത്തിൻ്റെ പ്രതീകമായി കാണാൻ തുടങ്ങൂ. ആഗ്രഹങ്ങളിൽ നിന്നുള്ള മുക്തി, സൗന്ദര്യം, ആഡംബരം, സുലഭത, ഉത്കൃഷ്ടത, ഇതൊക്കെയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ. നിങ്ങൾ ഒരു പക്ഷെ പറയുന്നുണ്ടാവും, എനിക്ക് കൂടുതൽ പണം വേണം, ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ശമ്പളത്തിന് ഞാൻ അർഹനാണ് എന്നൊക്കെ. മിക്ക ആൾക്കാർക്കും അവർക്ക് ആവശ്യമുള്ള ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് പ്രധാന കാരണങ്ങളിലൊന്ന്, മിക്കവരും നിശബ്ദരായോ തുറന്നോ അതിനെ അപലപിക്കുന്നു. അവർ പണം ഒരു വൃത്തികെട്ട ഫലേച്ഛയാണെന്നാണ് കാണുന്നത്. അതല്ലെങ്കിൽ പണമാണ് എല്ലാ ദുഷ്ടൻ്റെയും മൂല കാരണമെന്നുള്ള അഭിപ്രായം വേറെ ചിലർ ഉള്ളിൻ്റെ ഉള്ളിൽ അകാരണമായി വയ്ക്കുന്നു. ദാരിദ്ര്യത്തിൽ എന്തോ നന്മ കാണുന്നുണ്ട്. അതിന് കാരണം ചെറുപ്പത്തിലേ കിട്ടിയ പരിശീലനമോ ബോധനമോ അന്ധവിശ്വാസമോ അതല്ലെങ്കിൽ പുണ്യഗ്രന്ഥങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമോ ആവാം. ഒരു നന്മയും ഇല്ല. അതൊരു മാനസിക രോഗം പോലെയാണ്. ശാരീരികമായി സുഖമില്ലെങ്കിൽ നിങ്ങൾ എന്തോ ശരിയല്ല എന്ന് കരുതും. നിങ്ങൾ സഹായം തേടും. അങ്ങനെ വേഗം സുഖമാകാൻ എന്തെങ്കിലും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പണമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ മൗലികമായ തകരാറുണ്ട്. പണം ഒരു പ്രതീകം മാത്രമാണ്. അതിന് പല രൂപങ്ങളും ഉണ്ടായിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി ഉപ്പ്, മുത്ത്, ആഭരണങ്ങൾ എന്നിവയും ഇതുപോലെ ഒരു വിനിമയ മാധ്യമമായിരുന്നു. പുരാതന കാലത്ത് ഒരാളുടെ സമ്പത്തിൻ്റെ അളവ് അയാൾക്കുള്ള കന്നുകാലികളുടെ എണ്ണമായിരുന്നു. കുറേ ആടുകളെയോ കാളകളെയോ കൂട്ടിക്കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ ബില്ലുകൾ അടയ്ക്കുന്നതിന് എത്ര എളുപ്പമാണ് ഒരു ചെക്ക് എഴുതി കൊടുക്കുക എന്നത്. നിങ്ങൾ ചെറിയൊരു ഓലപ്പുര വീട്ടിൽ താമസിക്കണമെന്നോ വിശന്ന് നടക്കണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സന്തോഷമായും സമൃദ്ധിയിലും വിജയിയായും ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. ഒരു നക്ഷത്രമോ പ്രപഞ്ചമോ മുഴുവനുമോ സൃഷ്ടിക്കുമ്പോഴൊക്കെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം. വിദേശ രാജ്യങ്ങളിൽ പോയി കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ കലകൾ പഠിക്കണം. മക്കളെ മുന്തിയ സ്കൂളിൽ പഠിപ്പിക്കണം. അവരെ സുന്ദരമായ ചുറ്റുപാടുകൾ വളർത്തി സൗന്ദര്യം, ക്രമം, തുലനാവസ്ഥ, അനുപാതം എന്നിവയെല്ലാം ആസ്വദിക്കാൻ പ്രാപ്തരാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാം. വിജയിക്കാനും ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ആണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ. സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുക. പണത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അന്ധവിശ്വാസമുണ്ടെങ്കിൽ അതെല്ലാം മറക്കുക. പണം മോശപ്പെട്ടതോ വൃത്തികെട്ടതോ ആണെന്ന് കരുതരുത്. അങ്ങനെ എന്തെങ്കിലും വിശ്വാസമോ തോന്നലോ ഉണ്ടെങ്കിൽ അവയെ കാറ്റിൽ പറത്തി കളയുക. ഓർമ്മിക്കുക, നിങ്ങൾ പഴിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തും.
ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് സ്വർണമോ വെള്ളിയോ ചെമ്പോ ഇരുമ്പോ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്ന് കരുതുക. അതെല്ലാം വൃത്തികെട്ടതാണെന്ന് നിങ്ങൾ പഴിക്കുമോ? ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. അബദ്ധധാരണകളോ ജീവിതത്തെപ്പറ്റിയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളോ ദൈവിക ശക്തിയുടെ ദുരുപയോഗമോ ആണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. സമ്പത്തിൻ്റെ ഒരു സ്ഥിരം സ്രോതസ്സ് എന്ന ആശയം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അംഗീകരിപ്പിക്കാൻ ഒരു എളുപ്പവഴി ഇതാ. മനസ്സിൻ്റെ ഉരുളുകൾ നിലയ്ക്കട്ടെ, വിശ്രമിക്കൂ, പോകുന്നതെല്ലാം പോകട്ടെ, ശ്രദ്ധയെ പിടിച്ചു നിർത്തൂ, അലസമായ ധ്യാനനിരതനായ അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരൂ. അത് യജ്ഞരഹിതരാകട്ടെ. എന്നിട്ട് ചില ലളിതമായ സത്യങ്ങളെക്കുറിച്ച് വളരെ ശാന്തമായി ചിന്തിക്കുക. എവിടെ നിന്നാണ് ആശയങ്ങൾ വരുന്നത്? എവിടെ നിന്നാണ് സമ്പത്ത് വരുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് നിങ്ങളുടെ മസ്തിഷ്കവും മനസ്സും വന്നത്? നിങ്ങൾ ഒരേ ഒരു സ്രോതസ്സിലാണ് ചെന്നെത്തുക. ഇപ്പോൾ നിങ്ങൾ ആത്മീയമായെങ്കിലും തികച്ചും പ്രവർത്തനസജ്ജമായ ഒരു തലത്തിലെത്തിയിരിക്കുകയാണ്. സമ്പത്ത് എന്നത് ഒരു മാനസിക സ്ഥിതി മാത്രമാണെന്ന വസ്തുത നിങ്ങളുടെ ബുദ്ധിയെ ഇനി അലട്ടുകയില്ല. പണം എന്നത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചുറ്റിക്കറങ്ങി നടക്കാറുണ്ട്, ഇപ്പോഴും ദൈവികമായൊരു മിച്ചവുമുണ്ട് എന്നീ വാക്കുകൾ ഓരോ ദിവസവും പതുക്കെ 3-4 പ്രാവശ്യം ഉരുവിടുക. ഇത് പതിവായി ചെയ്താൽ സമ്പത്ത് എന്ന ആശയം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ പതിയും. അപ്പോൾ എന്താണ് പറയേണ്ടത്? പണം എന്നത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്, ഇപ്പോഴും ദൈവികമായൊരു മിച്ചമുണ്ട്. ഈ വാക്കുകളാണ് എല്ലാ ദിവസവും 3-4 പ്രാവശ്യം പറയേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് എന്തിനാണ് ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. പൂർണ്ണബോധത്തോടെ നിങ്ങൾ സത്യമായി അംഗീകരിക്കുന്ന എന്തിനോടും നിങ്ങളുടെ മനസ്സ് പ്രതികരിക്കും. തുടക്കത്തിൽ സാമ്പത്തിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പറയുകയാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ വിജയിയാണ് തുടങ്ങിയ പ്രസ്താവനകൾ അവരുടെ സ്ഥിതി കൂടുതൽ വഷളാക്കും. കാരണം അതിന് വലിയൊരു കാരണമെന്ന് പറയുന്നത് ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നത് ആശയങ്ങളിൽ ഏറ്റവും പ്രബലമായത് മാത്രമാണെന്നതാണ്. ഞാൻ അഭിവൃദ്ധിപ്പെടുന്നു എന്ന് ഉരുവിടുമ്പോൾ അവരുടെ മനസ്സിൽ നെഗറ്റീവായൊരു ആശയമാണ് വരുന്നത്. നിനക്ക് അഭിവൃദ്ധിയില്ല, നീ നിസാരനാണ്, ഇല്ലാപ്പാട്ടാണ് മനസ്സിൽ. അപ്പോൾ സാക്ഷാത്തായ കാര്യം ഉരുവിടുമ്പോൾ ഇല്ലായ്മ അതിനെ കീഴടക്കും. ഇത് തരണം ചെയ്യണമെങ്കിൽ ബോധ മനസ്സ് ഉപബോധ മനസ്സ് ഒരേപോലെ സംഘർഷരഹിതമായ കാര്യങ്ങൾ സാംശീകരിക്കണം. നാം സത്യമായി സ്വീകരിക്കുന്ന വിശ്വാസങ്ങളും വികാരങ്ങളും പ്രമാണങ്ങളും മാത്രമേ ഉപബോധ മനസ്സ് സ്വീകരിക്കൂ. ഓക്കെ, സത്യമായി ചിന്തിക്കണം. അത് ഞാൻ അങ്ങനെയാണ് എന്നുള്ളത്, ഞാൻ പണക്കാരനാണ് അല്ലെങ്കിൽ സമ്പന്നനാണ് എന്ന് രണ്ട് മനസ്സും വിശ്വസിക്കുകയും ആ ഒരു വികാരം പുറപ്പെടുവിക്കുകയും വേണം. എന്നാലേ ഉപബോധ മനസ്സ് സ്വീകരിക്കാൻ തയ്യാറാവുകയുള്ളൂ. ഞാൻ ദിനംപ്രതി അഭിവൃദ്ധി പ്രാപിക്കുകയാണ്, ഞാൻ ദിനംപ്രതി കൂടുതൽ സമ്പത്തും ബുദ്ധിയും നേടുകയാണ്, എൻ്റെ സാമ്പത്തിക സ്ഥിതി പതുക്കെ പുരോഗമിക്കുകയാണ് എന്നീ വാക്കുകൾ കൊണ്ട് ഉപബോധന മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീഴടക്കാൻ പറ്റും. ഞാൻ ദിനംപ്രതി അഭിവൃദ്ധി പ്രാപിക്കുകയാണ്, ഞാൻ ദിനംപ്രതി കൂടുതൽ സമ്പത്തും ബുദ്ധിയും നേടുകയാണ്, എൻ്റെ സാമ്പത്തിക സ്ഥിതി പതുക്കെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വേണം പറയാൻ. ഉദാഹരണമായി ഒരു സെയിൽസ്മാൻ്റെ കീശയിൽ 10 സെൻറ്റ് മാത്രമേ ഉള്ളൂ, അതായത് 10 രൂപ എങ്കിൽ നാളെ കൂടുതലുണ്ടാവും എന്ന് അയാൾക്ക് പ്രതീക്ഷിക്കാം. നാളെ ഒരു ജോഡി ചെരുപ്പ് വിറ്റാൽ അത് മതി സ്ഥിതി മാറാൻ. അതുകൊണ്ട് എൻ്റെ കച്ചവടം ദിനം പ്രതി അഭിവൃദ്ധിപ്പെട്ടു വരുന്നു, ഞാൻ മുമ്പോട്ട് എന്നീ പ്രസ്താവനകൾ ആണ് ഫലം തരിക. എൻ്റെ കച്ചവടം ദിനം പ്രതി അഭിവൃദ്ധിപ്പെട്ടു വരുന്നു, ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസ്താവനകളാണ് നമുക്ക് ഗുണം ഉണ്ടാക്കി തരുന്നത്. ഞാൻ ദിനം പ്രതി അഭിവൃദ്ധി പ്രാപിക്കുകയാണ്, ഞാൻ ദിനം പ്രതി കൂടുതൽ സമ്പത്തും ബുദ്ധിയും നേടുകയാണ്, എൻ്റെ സാമ്പത്തിക സ്ഥിതി പതുക്കെ പുരോഗതി പ്രാപിക്കുകയാണ് എന്നീ വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കുക. ഇതിന് കാരണം എന്തായിരിക്കാം? എനിക്ക് അഭിവൃദ്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ ദൈവം സർവ്വസമ്പന്നനാണ്, അതുകൊണ്ട് ഞാനും എന്നാണ് അർത്ഥം. ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ ദൈവം സമ്പന്നനാണ്, അതുകൊണ്ട് ഞാനും എന്നാണ്. ആരോഗ്യം, സമ്പത്ത്, വിജയം എന്നീ 3 അമൂർത്തമായ അവ്യക്തമായ ആശയങ്ങൾ കൊണ്ട് പലരും ആശ്ചര്യമായ ഫലങ്ങൾ കിട്ടാറുണ്ട്. ആരോഗ്യം എന്നതൊരു ദൈവിക യാഥാർത്ഥ്യമാണ്. സമ്പത്തിൻ്റെ ഉടമ ദൈവമാണ്. അതിനാൽ അളവറ്റവും അവസാനിക്കാത്തതും വിജയമെന്ന് ദൈവം തന്നെ. എല്ലാ കാര്യങ്ങളിലും ദൈവം തന്നെയാണ് വിജയി.